പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8ന്റെ ഇംഗ്ലീഷ് ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദി ഗ്രാസ്ഹോപ്പർ ആൻഡ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി നമ്മൾ ആൻഡ് ദ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ചാലല്ല, ഇത് ആക്ച്വലി 2 സീസൺസിനെയാണ് ഇത് കാണിക്കുന്നത് മെയിനായിട്ട്. അതായത് സമ്മർ സീസണെയും വിന്റർ സീസണെയുമാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഇതിൽ സമ്മർ സീസൺ നമ്മളുടെ ഗ്രാസ് ഹോപ്പറും അതുപോലെ തന്നെ വിന്റർ സീസൺ നമ്മളുടെ ക്രിക്കറ്റുമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോയാലോ. സോ ബിഫോർ യു റീഡ്, unlike the ant and the cricket, which tell the story, this is a nature poem. In it, the grasshopper and the cricket do not appear as characters in a story. Rather, they act as symbols, each suggesting something else. Read the poem and notice how the poetry of earth keeps on through summer and winter in a never-ending song. Who sings this song? So, എന്താ ഇവിടെ പറയണത്, നമ്മൾ ആൻഡ് ക്രിക്കറ്റ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരു സ്റ്റോറി ആയിരുന്നു പറയണ്ടായിരുന്നത്, ഒരു മോറൽ സ്റ്റോറി. ഇറ്റ് വാസ് എ ഫേബിൾ ആയിരുന്നു അല്ലേ. ബട്ട് ദിസ് ഇസ് നോട്ട് എ ഫേബിൾ. ഇത് എന്ന് പറയുന്നത് സിമ്പിൾ, 2 സീസണുകളുടെ സിമ്പിൾസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു നേച്ചർ പോയമാണ് കേട്ടോ. അത് എഴുതിയിരിക്കുന്നത് ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The poetry of the earth is never dead, but all the birds are faint with the hot sun and hide in cooling trees. A voice will run from hedge to hedge about the new mown mead. That is grasshoppers. He takes the lead in summer luxury he has never done with his delight. For when, tired out with fun, he rests at ease beneath some pleasant weed. So here what you can see us, that is, all of you please listen here. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടിൽ ഹിയർ ആണ് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് വരുന്നത്. സോ ആസ് യു ഓൾ ക്യാൻ സീ, ദിസ് ആക്ച്വലി ഇൻക്ലൂഡ്സ് 8 ലൈൻസ്. ഓക്കെ, ഇതിൽ ആക്ച്വലി 8 ലൈൻസ് ആണല്ലേ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ പറ്റുന്നത്. സോ ഒരു 8 ലൈൻ പോയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടേവ്. ഒക്ടേവ് എന്നാണ് നമ്മൾ വിളിക്കാറ്. കറക്റ്റ്. ഓർ ഒക്ടെറ്റ് എന്ന് വിളിക്കും. എന്താ പറയുന്നത്? ഒക്ടെറ്റ് അല്ലെങ്കിൽ ഒക്ടേവ്, ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ദാറ്റ് റെഫേഴ്സ് ടു ദി 8 ലൈൻസ്. ഇനി ഈ പോയട്രി ഓഫ് ദി എർത്ത് ഇസ് നെവർ ഡെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോയട്രി, ഈ നേച്ചറിന്റെ പോയട്രി എപ്പോഴും എന്താ പറയാ, അവസാനിക്കുന്നില്ല. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള സംഭവമാണ്, ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. അതായത് ഈ പോയറ്റുകൾക്കാണെങ്കിൽ തന്നെ ഓരോ ദിനപ്രതി നമുക്ക് നേച്ചറിൽ നിന്ന് ഓരോ പുതിയ കാര്യങ്ങൾ കാണുകയും അതിൽ നിന്ന് പോയം കവിതകളൊക്കെ പുതിയത് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. സോ when all the birds are faint with the hot sun and hide in cooling trees, a voice will run. That is, എല്ലാ ബേർഡ്സും ഈ ഹോട്ട് സണ്ണ് കാരണം എന്താ പറയാ, ഈ കൂളിംഗ് ട്രീസിന് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സമയത്തും ഒരു വോയിസ് പോകുന്നുണ്ടാവും. വോയിസ് അപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടാണല്ലേ, ഭയങ്കര നമുക്ക്
ഉദ്ദേശിക്കാൻ പറ്റുന്നേക്കാളും ചൂടുള്ള സമയമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സമ്മർ സീസണിൽ ബേർഡ്സ് ഒക്കെ സണ്ണിന്റെ ചൂട് കാരണം ഓരോ കൂളിംഗ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീസ് നമുക്ക് എന്ത് തരുന്നു? ഷെയ്ഡ് തരുന്നല്ലേ. അപ്പോ ഈ ഷെയ്ഡ് കിട്ടാനായിട്ട് എപ്പോഴും കൂളിംഗ് ട്രീസ് ആ ട്രീസിന്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അവര് ചെയ്യാറുള്ളത് അല്ലേ. ഇനി എന്ത് പറയണത്? അപ്പൊ ആ സമയത്തും a voice will run. ആരുടെ വോയിസ് ആണ് റൺ ചെയ്യുന്നത്? Yes, of course, the voice of the grasshopper. നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ പച്ചത്തുള്ളന്റെ ശബ്ദം പുൽത്തകിടികളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട്. മെയിൻലി നമ്മുടെ സമ്മർ സീസണിലൊക്കെയാണ് കാണുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ വിന്റർ സീസണിൽ ഇവരുടെ ശബ്ദം കേൾക്കാറുണ്ടല്ലോ എന്നുള്ളത്. അത് പക്ഷെ നമ്മളുടെ ഗ്രാസ് ഹോപ്പർ അല്ല കേട്ടോ, അതാണ് നമുക്ക് തെറ്റുന്നത്. സോ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫ് ഇസ് ഓൾ അബൌട്ട് ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ഈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഫ്രം ഹെഡ് ടു ഹെഡ് about the new mound mad. എന്താ പറയണത്? ഫ്രം ഹെഡ് ടു ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസ് ആണ് അല്ലെ, അതിന്റെ ബൗണ്ടറീസ്. അപ്പോ ഫ്രം ഹെഡ് ടു ഹെഡ് അബൌട്ട് ന്യൂ മൗണ്ട് മേഡ്, അതായത് ഓരോ പുൽത്തകിടികള്. മൗണ്ട് മേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുൽത്തകിടി, അതായത് മെഡോ അല്ലെ, പുൽത്തകിടികൾ എന്നൊക്കെ പറയില്ലേ നമ്മളെ, ഗ്രാസ് ലാൻഡ്, ദി ലാൻഡ് വിത്ത് ഗ്രാസ് അല്ലേ. അപ്പൊ ഈ ഓരോ ഗ്രാസ് ഉള്ള ഈ പുൽത്തകിടികളുടെ ഒക്കെ സൈഡിലൂടെ, ദാറ്റ് മീൻസ് ദി ബൗണ്ടറീസിലൂടെ എന്ത് ചെയ്യണു? നമ്മുടെ പച്ചത്തുള്ളന്മാര് നടക്കുന്നുണ്ട് അല്ലെ. That is the grasshoppers. He takes the lead in some luxury he has never done with his delights. When tired out with fun. Okay, so എന്താ ഇവിടെ പറയണത്? He takes the lead. Okay, he takes the lead എന്ന് പറഞ്ഞു കഴിഞ്ഞാല് continues to move അല്ലെ. അവൻ എപ്പോഴും, ഗ്രാസ് ഹോപ്പർ എപ്പോഴും അവന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഒരിക്കലും നെവർ എൻഡിങ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ആണ് അവര് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പോണത് അല്ലെ. ഗ്രാസ് ഹോപ്പേഴ്സ് ഒക്കെ പറയുന്നത് full summer days singing and dancing, not doing any works അല്ലേ, ഫുൾ ടൈം സിംഗിങ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ സമ്മർ ലക്ഷറി ഒക്കെ എൻജോയ് ചെയ്ത് ഒരിക്കലും അവരുടെ യാത്ര നിർത്താതെ പോകുന്നവരാണ് നമ്മളുടെ ഗ്രാസ് ഹോപ്പർ അല്ലെ. സമ്മർ ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്തുവാ? കം ടു ദി ഡിലൈറ്റ്സ് അല്ലെ, നല്ല സന്തോഷം, സമ്മറിന്റെ നല്ല സന്തോഷം കിട്ടുകയാണ് അല്ലെ. ഹി ഹാസ് നെവർ ഡൺ, അതായത് ഹി ഹാസ് നെവർ ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഗ്രാസ് ഹോപ്പർ നെവർ ഗെറ്റ്സ് ടയേർഡ് അറ്റ് ഓൾ. ഈ സമ്മർ ലക്ഷറി ഒക്കെ അനുഭവിച്ചിട്ടും അവൻ ഒരിക്കലും ടയേർഡ് ആവണില്ല അല്ലെ. വിത്ത് ഹിസ് ഡിലൈറ്റ്സ് അല്ലെ, അവന്റെ സന്തോഷങ്ങൾ കാരണം അവൻ ഒരിക്കലും മടുക്കണില്ല. ഫോർ വെൻ ടയേർഡ് ഔട്ട് വിത്ത് ഫൺ, അതായത് ഒരിക്കൽ അവൻ ഫൺ കാരണം ടയേർഡ് ഔട്ട് ആയിട്ടുണ്ട് അല്ലെ. ഫൺ കാരണം ടയേർഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് ഈ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് അവൻ ഒരിക്കലും ടയേർഡ് ആയിട്ടില്ല എന്നാണ് നമ്മളുടെ ജോൺ കീറ്റ്സ് പറയുന്നത്. He rests as ease beneath some pleasant weed. അങ്ങനെ ഈ പുള്ളിക്കാരൻ, നമ്മുടെ ഗ്രാസ് ഹോപ്പർ റെസ്റ്റ് ചെയ്യുന്നത്, നല്ല സമാധാനത്തില് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബിനീത്ത് ദി പ്ലസന്റ് വീഡ്, പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന വീടുകളുടെ ഇടയില് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺവാണ്ടഡ് പ്ലാന്റ്സ് എന്നാണെന്ന്. ശരിക്കും വീഡ്സ് എന്ന് പറയുന്നത് അതൊരു അൺവാണ്ടഡ് പ്ലാന്റ് അല്ല കേട്ടോ. അത് മനുഷ്യന്മാർക്ക് അത് അൺവാണ്ടഡ് ആയിരിക്കാം, പക്ഷെ ആനിമൽസിനൊക്കെ വീഡ്സ് ആണ് അവരെ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് അല്ലെ. സോ നമുക്ക് അൺവാണ്ടഡ് പ്ലാന്റ്സിനേക്കാൾ ഉപരി നമുക്ക് അൺഡിസൈറബിൾ പ്ലാന്റ്സ് എന്ന് പറയാം കേട്ടോ.
അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഇനി പഠിച്ചു വരാനും. അൺഡിസൈറബിൾ പ്ലാന്റ്സ് എന്ന് വേണം നമ്മൾ പറയേണ്ടത്. അപ്പോൾ നല്ല വീഡ്സ്, നമ്മൾ ഈ നല്ല ക്രോപ്സ് ഒക്കെ വിളയുന്ന സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ ഈ ക്രോപ്സ് ഒക്കെ കഴിക്കാനായിട്ട് ചില വീടുകളൊക്കെ, ചില ഗ്രാസുകളൊക്കെ പൊന്തി വരും അല്ലേ, അവരുടെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് പാരസൈറ്റ് ആയിട്ട് അവരവിടെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പുൽത്തകടികളുടെ ഇടയിലാണ് ഇവര് സമാധാനത്തോടു കൂടി റെസ്റ്റ് എടുക്കുന്നത്, അവിടെ ഗ്രാസ് ഹോപ്പർ ചേട്ടൻ. ഇനി നെക്സ്റ്റ് ഇതാണ് പാരഗ്രാഫാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, the poetry of earth is ceasing never on a long winter evening, when the frost has wrought the silence from the stove their trills, the cricket's song in warmth increasing ever, and seems to one in drowsiness half lost, the grasshoppers among some grassy hills. So what is this? ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ പോയട്രി ഓഫ് ദി എർത്ത് ഇസ് സീസിങ് നെവർ. അതായത് നമ്മളുടെ പോയട്രി ഓഫ് ദി എർത്ത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും അത് നശിച്ചു പോണില്ല അല്ലേ. ഓൺ എ ലോൺ വിന്റർ ഈവനിങ് വെൻ ദി ഫ്രോസ്റ്റ് ഹസ് ബ്രോട്ട് ദ സൈലൻസ്. അതായത് ഒരു ലോൺലി ആയിട്ടുള്ള, അതായത് നമ്മൾ വിന്റർ സീസണിലൊക്കെ നമുക്കറിയാം അല്ലേ, നല്ല ഫ്രോസ്റ്റ്, നല്ല തണുപ്പായിരിക്കും. എല്ലാവരും വീട്ടിൽ തന്നെ കയറി കിടന്ന് ഉറങ്ങണ, നല്ല ക്യാമ്പ് ഫയറൊക്കെ കത്തിച്ച് വെച്ച് അല്ലേ, നല്ല ചായ ഒക്കെ കുടിച്ചിരിക്കണ ഒരു സമയമായിരിക്കും. മെയിൻലി ഈ വിന്റർ സീസണൊക്കെ നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ നമുക്കറിയാം, കാശ്മീർ അങ്ങനത്തെ നോർത്ത് സ്റ്റേറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ് അല്ലേ. കൂടാതെ നമ്മുടെ ഡൽഹി അവിടെയൊക്കെ ഉണ്ട്, നല്ല തണുപ്പാണ് വിന്റർ സീസണിൽ. അപ്പോൾ ആ സമയത്ത് അവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ നല്ല സ്വെറ്ററും ബ്ലാങ്കറ്റും ഒക്കെ പൊതിച്ച് അങ്ങനെ ഇരിക്കും, ടി വി ഒക്കെ കണ്ട്. അങ്ങനെ ആ ഒരു ലോണായിട്ടുള്ള വിന്റർ ഈവനിങ്ങിൽ ഫ്രോസ്റ്റ് ഹാസ് ബ്രോട്ട് എ സൈലൻസ്. അതായത് ഫ്രോസ്റ്റ്, നല്ല തണുപ്പ് കാരണം അവിടെ ഫുള്ള് സൈലൻസ് കൊണ്ടുവന്നു. ഫ്രം ദി സ്റ്റോൺ ദ ഷ്രിൽസ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? അവിടുന്ന് വീഴുന്ന സ്റ്റോൺസ്, ആ സ്റ്റോണുകളൊക്കെ ഷ്രില്ല് ചെയ്യുന്നുണ്ട് അല്ലേ. ഷ്രില്ല് എന്ന് പറഞ്ഞാൽ എന്താ? കംസ് ത്രൂ ലൗഡ് ആൻഡ് ക്ലിയർ. അവിടുത്തെ നമ്മളുടെ സ്റ്റോൺസുകളുടെ ശബ്ദമാണെങ്കിലും അവരെ കാണാനാണെങ്കിലും നല്ല എന്താ പറയുക, ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് സ്റ്റോണുകളൊക്കെ വീഴുന്നത്. The crickets song in warmth increasing ever, and seems to one in drowsiness half lost. എന്താ പറയുന്നത്? നമ്മുടെ ക്രിക്കറ്റിന്റെ സോങ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് നല്ല വാംതാണ്. ഫോർ എവർ, എല്ലാ കാലത്തും നമുക്ക് ക്രിക്കറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വാംത്ത്, നമ്മളുടെ ഒരു ചൂട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ആവും അല്ലെ. ഒരു ചൂടാണ് നമുക്ക് വിന്റർ സീസണിൽ തരുന്നത്. കറക്റ്റ്. ഓക്കെ, ഒരു വാംത്താണ് തരുന്നത്. ആൻഡ് സീംസ് ടു വൺ ഇൻ ഡ്രോസിംഗ്നെസ് ഹാഫ് ലോസ്റ്റ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, പാട്ടൊക്കെ കേട്ട് നമ്മൾ പകുതി നമ്മൾ തന്നെ മറന്നിരിക്കുന്ന പോലെ അൺകോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അല്ലേ, നല്ല ഒരു എന്താ പറയുക, ഡെസി ആയിട്ടിരിക്കുന്ന പോലെ അല്ലെ, ഡെസി ആയിട്ടിരിക്കുന്ന പോലെ അല്ലെ, ആകെ തല കറങ്ങിയിരിക്കുന്ന പോലെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, അങ്ങനത്തെ രീതിയിലായിരിക്കും. The grasshoppers among some grassy hills. അങ്ങനെ ഗ്രാസ്ഹോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഈ ഗ്രാസ്ഹോപ്പേഴ്സ് ആ സമയത്ത് എന്തുണ്ടാവും? അവിടെ ഏതെങ്കിലും ഗ്രാസി ആയിട്ടുള്ള ഹിൽസിൽ ഇരിക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ ഈ ഒരു പോം എന്ന് പറയണത്. ഒരു നല്ലൊരു പോമായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നോക്കാനുള്ളത്
ഈ ഒരു പോയം ശരിക്കും ഇതിനകത്ത് കുറേ പോയറ്റിക് ഡിവൈസസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് എന്താ പറയുക, പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ അലിറ്ററേഷൻ, പിന്നെ മെറ്റഫോർ. ഇങ്ങനെ 3 പോയറ്റിക് ഡിവൈസസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിവിടെയാ വരിക. അത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹീ എന്ന വാക്ക് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കണ കണ്ടോ? അപ്പൊ ഈ ഹീ എന്ന് പറയണത് എന്താണ്? ഒരു മനുഷ്യനെയാണല്ലേ നമ്മൾ ഹീ എന്ന് പറയണത് കാണിക്കണത്, ആണോ അല്ലയോ? നമ്മളെപ്പോഴും ഹീ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ യൂസ് ചെയ്യാനാണല്ലേ. അപ്പൊ എന്താണ്, ഒരു മനുഷ്യനായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണ്, മനുഷ്യന്റെ ഐഡിയാസ് ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുകയാണ്. അപ്പൊ ദാറ്റ് ഇസ് ആക്ച്വലി പേഴ്സണിഫിക്കേഷൻ. ഇനി നമ്മൾ അലിറ്ററേഷൻ നോക്കുമ്പോൾ സെയിം സൗണ്ട് വരുന്ന രീതിയിൽ അല്ലെ, സെയിം സൗണ്ട് വരുന്ന ലൈൻസ് അല്ലെ, അതാണ് അലിറ്ററേഷൻ പറയണത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്. ഓക്കെ, ഇവിടെ ഡെഡ്, ഈ ഡെഡ് എന്നുള്ള ഈ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ കണ്ടോ? ഓക്കെ, ഈ ഫസ്റ്റ് സെന്റൻസിൽ നമുക്ക് ഇതിനെ എ എന്ന് പേര് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് വരുന്നത് സൺ ആണ് അല്ലേ, അതുകൊണ്ട് നമുക്ക് അതിനെ ബി എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യത്തേന് നമ്മൾ എ കൊടുത്തു, രണ്ടാമത്തേന് ബി കൊടുത്തു. മൂന്നാമത്തെ നോക്കൂ, ഇതിന്റെ അവസാനിക്കുന്നത് റൺ. ഇവിടെ സെക്കൻഡ് നമുക്ക് സൺ വരുന്നുണ്ട്. അപ്പൊ രണ്ടും അലിട്രേഷൻ ആണ്, സെയിം സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനും ബി തന്നെ കൊടുക്കാം. നെക്സ്റ്റ് മൗണ്ട് മെഡ്, മെഡും ഡെഡും രണ്ട് സെയിം സൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എ കൊടുക്കാം. ഇനി മെഡ്, ലെഡ്, ഡെഡ് ഒക്കെ സെയിം ആണ്. അപ്പൊ ഇവിടെയും എ തന്നെ വരും. പിന്നെ ഡൺ നോക്കിയേ, സൺ, റൺ, ഡൺ, സെയിം സൗണ്ട് അല്ലേ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ബി കൊടുക്കുന്നു. ഫണ്ണ്, അവിടെ എന്താ പറയാ, ഫൺ, റൺ, സൺ, ഇവിടെയും ബി തന്നെ. പിന്നെ വീട്, ഡെഡ്, മെഡ്, ലീഡ്, വീട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ കൊടുക്കുക എ ആണ് കേട്ടോ. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. ഈ നെക്സ്റ്റ് പാരഗ്രാഫിലുള്ള ഇതേപോലത്തെ അലിട്രേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ.